ഹായ് ഹലോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കാൻ നോക്കിയത്. ഞാൻ അതിൻ്റെ ഒരെണ്ണം രണ്ട് മുത്തിൻ്റെ ഉണ്ടായിരുന്നു, സെയിം മോഡൽ രണ്ട് കളറിലുള്ള മുത്ത്. അപ്പോൾ അതിൽ പിങ്ക് വെച്ച് ഞാൻ ഒന്ന് ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഗ്രീൻ കൂടി ഉണ്ട്, അപ്പോൾ ഗ്രീൻ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിങ്ക് ചെയ്തപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഗ്രീൻ ചെയ്യുമ്പം ഇത്തവണ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു മെമ്മറി വെയറാണ് ആവശ്യം. മെമ്മറി വെയറിനകത്ത് കൊടുത്ത് എടുക്കുകയും ചെയ്യുന്നത്. അപ്പം ഗ്രീൻ കളറ് ഒരു സ്റ്റോണിൻ്റെ ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഒരു ബീഡും പിന്നെ സ്റ്റോണിൻ്റെ ഒരു ടെക്സ്ചറുള്ള ഒരു ബീഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ബീഡ് ഭയങ്കര എക്സ്പെൻസീവ്, അത്യാവശ്യം ഒരു കുറച്ച് ഉള്ളൂ, കുറച്ചേ കിട്ടുള്ളൂ. പക്ഷെ അതിന് നല്ല വിലയുണ്ട്. എന്ത് തരമെന്ന് എനിക്കറിയില്ല, കളറൊന്നും പോകത്തില്ല, കല്ല് പോലെ ഇരിക്കുന്നത്, തൊടുമ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല രസമുള്ളൊരു ബീഡാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളതിങ്ങനെ മെമ്മറി വെല്ല ഇടവിട്ട് കൊടുത്തെടുത്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു സിൽവർ ചെയിൻ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ വായ്ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഫ്ലവർ ചാം ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് സെറ്റായി കിട്ടും. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പിങ്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ പിങ്ക് ബ്രേസ്ലെറ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് എൻ്റെ പിങ്ക് ബ്രേസ്ലെറ്റ്. എങ്ങനെയുണ്ട്? പിന്നെ അതുപോലെ മടി പിടിച്ചുണ്ടാക്കിയ കമ്മൽ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു കമ്മൽ. അതിൻ്റെ ഒരു ജോഡി ഇപ്പോഴും പണിപ്പുരയിലാണ്, എന്തോ ദൈവത്തിനറിയാം. പിന്നെ ഉള്ളതൊരു കമ്മൽ, പിന്നെ ഉള്ളതൊരു മോതിരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു ദിവസം വീണ്ടും വരാം. അതുവരേക്കും ബൈ.